അടിപൊളിയായിരുന്നു. ഞാൻ എല്ലാവരും പി ഒ ഒക്കെ കാണാൻ കണ്ണാപ്പി കിടിലും ഒരു 1v2 അടിച്ചു. അതുപോലെ മന്ദാരം നല്ല രസമുണ്ട്. ബാക്കി ആരുടെയും പി ഒ ഞാൻ അധികം കണ്ടില്ല. കളിച്ച എല്ലാവരും വെൽ പ്ലേഡ്. അത്രേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് കളിച്ചോ. ആൻഡ് സിറ്റുവേഷൻ എടുക്കാനുള്ള ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങോട്ട് അനാവശ്യമായിട്ട് നമ്മൾ ആരെയും പോയി ചൊറിഞ്ഞ് ഇതാക്കണ്ട. ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും കമ്മിറ്റ് ചെയ്തോ. ഇനി ഏത് ടൈമിലാണെങ്കിലും നമ്മുടെ പിള്ളേർ എന്തായാലും കയറിക്കോളും. സോ അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഇതാവണ്ട. ഇനി സിറ്റുവേഷൻസ് ഈ PvPക്ക് വേണ്ടി എടുത്തവന്മാർ നിങ്ങൾക്ക് എനിക്കറിയാം വെറുതെ നിങ്ങൾക്ക് RP ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. പക്ഷേ അങ്ങനെ എനിക്ക് തോന്നണില്ല. എല്ലാവന്മാരും ഇപ്പം RP ഇതൊക്കെ ചെയ്യണുണ്ട്. പക്ഷേ ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ് PvP സിറ്റുവേഷൻസ് എന്ത് വന്നാലും നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യാം. നമ്മൾ ബാക്കി എല്ലാ മെമ്പേഴ്സും ഇവിടെ ഉണ്ടാവും. ആൻഡ് അനദർ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് 3 റിക്രൂട്ട്മെൻറ്റ്സ് ഇവിടെ നമുക്ക് TVയിലുണ്ട്. സോ PvP ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റ്സ് തന്നെയാണ്. സോ അധികം ഒന്നും പറഞ്ഞു കിട്ടുന്നില്ല. പിന്നെ എല്ലാവരും വെൽ പ്ലേഡ്. ഇത് കഴിഞ്ഞിട്ട് വാറുണ്ടാവോ? മീറ്റിംഗ് വിളിക്കാനോ? ഇത് കഴിഞ്ഞിട്ട് വിളിക്കണം, ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. 24K ആയ 23K.5. സോ അപ്പൊ ഞാൻ മാഡി എല്ലാം റെഡി അല്ലേടാ? റെഡിയാണ്. സോ അപ്പൊ ഗൈസ് ആദ്യത്തെ റിക്രൂട്ട്മെന്റ് ഈസ് ലൈക്ക് പ്യുവർലി ഒരു ബേസ്ഡ് ഓൺ നമ്മൾ PvP റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോണത്. സോ ഇന്ന് നമ്മളെ വാറായത് MG3 ആയതുകൊണ്ട് ഐ ആം വെൽക്കമിങ് MG3 second to TVA as TVA second. Welcome to TVA brother. കൊണ്ടുവാ. MG3 ആയതുകൊണ്ട് MG3 തന്നെ തുടങ്ങാം. പറഞ്ഞോളൂ. അണ്ണാ സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? നല്ല വിശേഷം. മറ്റേ പയ്യനെ ഞാൻ പിടിച്ച് കെട്ടി പണ്ട് ഡിക്കിലിട്ടിട്ടുണ്ട്. ആളിവിടെ ഉണ്ട്. ആരും ഇല്ലാത്തതിന് നമ്മുടെ കോഹ്ലിയുടെ സാരില്ലാത്തതിന് നരമൂത്ത 3 ഞാൻ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് വന്നതിരിക്കും നിങ്ങൾ എല്ലാരും ഇവിടെ തന്നെ വരുന്നു. മോനെ ഹലോ കേക്കാവോ? കേക്കാം. എടാ കറക്റ്റ് നിന്റെ റിക്രൂട്ട്മെന്റ് ഡേ അന്ന് തന്നെ എങ്ങനെയാടാ ഇങ്ങനെ ഒരു അടി ഉണ്ടായത്? ഞാൻ പേടിയായിട്ടൊന്ന് സംസാരിച്ചതാ. അപ്പൊ അങ്ങനെ പോയി. ഇത് കറക്റ്റ് വില്ലുമോനല്ലേ? എടാ അല്ല നീ ഉണ്ടായിരുന്ന സിറ്റുവേഷനില്ലേ? ഞാനായിരുന്നു പേടിയായിട്ട് സംസാരിച്ച് കൊണയായത്. ആണല്ലേ? സൂപ്പർണ. അതെ നന്നായിട്ട് എന്താ എല്ലാരുടെ അടുത്തും ഫാമിലിയുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് വരണമെന്നാണ് നോർമലി നമ്മൾ പറയണത്. ഇന്ന് നീ എങ്ങനെ പോയി പറയല്ലേ? എന്തിങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും അവരെ ഈ കാര്യങ്ങള്? ഓൾറെഡി പറഞ്ഞായിരുന്നല്ലേ? ഓ ഓക്കെ. എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് അടിക്കാൻ പോണ അവിടത്തൊന്ന് സംസാരിക്കാം. എന്റെ അനുഗ്രഹം വാങ്ങിക്കണം പ്ലീസ്. സെക്കൻഡ് പേരുള്ളതുകൊണ്ടാണ് അനുഗ്രഹം ആർമിയിലൊക്കെ ഉള്ളതാണല്ലേ? എങ്ങനെയുണ്ട് ആർമിയിലെ ബാഡ്ജ് ഒക്കെ? ഏതാണ്? ഹലോ ആർമിയിലെ ബാഡ്ജ് ഏതാണ്? വാസമുണ്ടല്ലേ ചന്ദ്രന്റെ കൂടെ? അപ്പം ശരിയാണ് നമ്മുടെ ലോബി. ഞാന് വരാം, ദൈവം ഇറങ്ങി വരാം നിങ്ങളോട്. വേണമെന്നില്ല. എടാ എന്തെങ്കിലും പറയണ്ടോ? 25K എന്തെങ്കിലും പറ. സന്തോഷായ? സന്തോഷായി. എന്തേലും പറയടാ. ഒന്നും പറയാതെ അകത്തോട്ട് വിടുന്നത് എങ്ങനെയാണ്? നീ എന്തേലും പറഞ്ഞിട്ടോ. ഞാൻ ഓൾറെഡി പാനിക് ചെയ്തു. നമ്മളൊക്കെ ബന്ധമാണ് നമ്മളൊക്കെ. അളിയാന്ന് വിളിച്ചാൽ ചന്ദ്രൻ റെഡിയായി. കോഡ് ഭാഷയാണ്. പാനിക്കാവല്ലേ? സംസാരിക്കേ. എല്ലാരും അടിക്കാം. അത്രേ ഉള്ളൂ. എല്ലാരും അടിക്കാവാ. ഓക്കെ ശരി എന്നാ പോയിട്ടോ. പോയിട്ട് എടാ അങ്ങോട്ട് വെൽക്കം ചെയ്ത് അങ്ങോട്ട് വരുന്നുണ്ട്.
ചാവല്ലേ ശനിയാണ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാണ്ടായിരുന്നു. റോഡിന്റെ അപ്പുറത്ത് ഇവിടെ നിന്നാണ് നമുക്ക് ശീലം. വണ്ടി ചത്താലും കുഴപ്പമില്ല. ചന്ദ്ര എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഇത് ആരോടെങ്കിലും പറയണം. പണ്ണാൻ പോണ പാപ്പ. കൊക്ക കളിക്കാം. ചന്ദ്ര ചന്ദ്ര എനിക്കൊരു കാര്യം പറയാനുണ്ടോ നിന്നോട്? അണ്ണാ പറ, തുറന്നു പറ. എല്ലാം ഓപ്പൺ. അളയോ ഓസിയാണ്. 25K വാച്ചിങ്. അണ്ണാ പൊളി. ചെലവുണ്ടപ്പോ എന്നെ കണ്ടു വരട്ടാ. പാനിക്കാണ് ചന്ദ്ര. പാനിക്കാവണ 27 വരുന്നത് കണ്ടില്ല? ഇല്ല കണ്ടിട്ടില്ല. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാൻ 30-35 നമ്മുടെ ഒരു കണക്ക്. മനസ്സിലായില്ലേ? ഇത് ചന്ദ്രന്റെ പ്രായമല്ലടാ. കെ ഇല്ല. 30-35 കെ ഇല്ല. എന്റെ ഒരു കെ ഇല്ല. അപ്പൊ നമ്മള് ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു ഗൈസ്. സോ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് റിക്രൂട്ട്മെന്റ്. സോ നെക്സ്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് സിറ്റുവേഷൻസ് ഒക്കെ എടുക്കുമ്പം ഇപ്പൊ കറന്റ് നമുക്ക് ഒരു ഹെലിയൊക്കെ ഓടിക്കാൻ ഒരാളില്ലാത്ത അവസ്ഥയാണ്. സോ ഹെലി മാത്രമല്ല, ഹെലിയും വെടിയും കൂടെ നോക്കിയാണ് നമ്മൾ എടുത്തത്. സോ വി ആർ വെൽക്കമിങ് KVA Demon to TVA as TVA Demon. Welcome to stream. Welcome to TVA brother. Welcome to TVA brother. Hello. ഹലോ. Hi Dima. വെറൈറ്റി മുടി കേട്ടാടേ. സത്യം പറ, ഇത്രയും പേര് വന്നേല് കൊണ്ടൊക്കെ കെട്ടി ഒരു കെവിനുണ്ട്. ഈ കുണ്ണമുടിയുണ്ട്. ഈ കെവിനും ഇത് തന്നെയാണ്. ഇല്ല വേറെ ഇല്ലില്ല കെവിനുണ്ട്. അന്നെ അടുത്തോട്ടം നോക്കിയേ, റൈറ്റോട്ടം നോക്കി തിരിഞ്ഞു നോക്കിയേ. ഫാൻസിന്റെ ഒരു കാര്യം. ഈരി ഒതുക്കി വെച്ചേക്കണാണ് കേട്ടോ അത്. തന്നെ ഡീമ എന്താണ് പറയാനുള്ളത്? പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലടാ അങ്ങനെ പറയാതടാ. എന്നാലും നമ്മൾ ഇത്ര ഹൈപ്പ് ഒക്കെ കൊടുത്ത് ഇവിടെ ചാറ്റൊക്കെ നമ്മൾ കത്തിച്ചു ഇതിന്റെ പേരില്. എന്നിട്ട് നീ ഒന്നും പറയാനില്ലാതെ പോവാന്ന് പറഞ്ഞാ പിന്നെ എങ്ങനെയാ? എല്ലാത്തിനും പറഞ്ഞടിക്കാം. പറഞ്ഞടിക്കാം. അവനെ പറ്റി എന്താണ് അഭിപ്രായം? പറഞ്ഞടി. പറഞ്ഞടിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിക്കുന്ന ആലോചിച്ചത് വേറെ രീതിയിലൊക്കെ ചിന്തിച്ചു. ഇടക്കിടക്ക് വരുന്നേ അപ്പാ. പക്ഷെ അനങ്ങാറില്ലല്ലോ, ശബ്ദം കേൾക്കുന്നില്ലേ? ശബ്ദം കേൾക്കുന്നുണ്ട്. ശബ്ദം ഇടക്കിടക്ക് പക്ഷെ കട്ടാവുന്നുണ്ട് ശബ്ദം ആൾക്കാരുടെ. അത് എടാ അപ്പൊ അവനെ കൂടെ വെൽക്കം ചെയ്തത് അങ്ങോട്ട് വരുന്നുണ്ട്. നോക്കി പോണേ. വണ്ടി ഇടിക്കാൻ പോണേ. വണ്ടി ഇടിക്കല്ലേ. നമ്മുടെ ഒരു റിക്രൂട്ട്മെന്റിൽ വണ്ടി ഇടിച്ച് ചത്തിരുന്നെങ്കിലേ ചോര കണ്ട് തുടങ്ങിയെന്ന് പറയാൻ. അയ്യോ നോക്കാം. കൊറേ വട്ടം സംഭവിച്ചിട്ടുണ്ട്. എടാ ഈ ജെൻജി SRR എന്നും അടിയാണ്. ഇന്നലെ അടിയല്ലായിരുന്നു അവന്മാര് തമ്മിൽ തർക്കമാണ് ആരാണ് ഏറ്റവും വലിയ വാണത്തിനുള്ളെന്നുള്ള. ഗൈസ് ഇവിടെ എന്നോട് ക്ഷമിക്കണേ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അപ്പാപ്പന്റെ അടുത്ത്. എന്താ കിക്കിലേ ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കീവേഡ് ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുക. അടിയുള്ള സമയത്തായിരുന്നു കിക്കില് കോൺട്രാക്ട് ഉണ്ടായിരുന്നു കേട്ടാ. ടൈപ്പ് ചെയ്ത 3 സ്റ്റാർ മാത്രമേ വരുള്ളൂ. അയ്യോ എന്റെ അളി. ഞാനത് മാറ്റാം കേട്ടാ, ബ്ലോക്ക് വേർഡ്സിന്ന് മാറ്റാം. എന്തിനൊക്കെ അവസ്ഥയല്ലേ. പോയി ചന്ദ്രൻ പോയി. ചോര ഉണ്ട്. ചന്ദ്രനാണ്. അപ്പൊ ചന്ദ്രൻ PL കൂടി കത്തിയതാണ്. എനിക്ക് 9 PL ഉള്ളേ. എനിക്ക് 12. പക്ഷെ സ്റ്റേബിളാ. ഓക്കെ അവിടെ എന്താ തീട്ടെ? ആരാ തീട്ടെ അവിടെ? എടാ നമ്മുടെ ചന്ദ്രൻ കത്തിയല്ല. ചന്ദ്രനോട് വന്നിട്ട് അടുത്ത ആൾ ചന്ദ്രൻ ഇപ്പൊ കേറും. ചന്ദ്രൻ കേറുന്നൊന്ന് ചോദിച്ചടാ. ഇനിയിപ്പം വണ്ടി എടുക്കാം അല്ലേ? ഗൈസ് എല്ലാവർക്കും വെൽക്കം. ഗൈസ് ഇത് എങ്ങനെ ഗൈസ് ഇത്രയും പേര് വണ്ടി ഇവിടെ എടുക്കാം അല്ലേ? ഇനിയിപ്പോ വന്നാലും പിള്ളേർ അടിച്ചോളും. മെന്നെണ്ണ ഇന്ന് 6 ഉണ്ട്. കുറച്ച് ഗൈസ് 20 വണ്ടി ആൾറെഡി എടുത്ത് വെച്ചേക്കാണ്. കഴിഞ്ഞിട്ട് വേണം. അമ്മമാര് റെഡി ആയിരിക്കും. കഴിഞ്ഞിട്ട് മതി അമ്മമാരും പറഞ്ഞു.
വാസവനെ ചന്ദ്രന്റെ വല ഉൾപ്പെടെ പോയതാണെന്നൊരു സംശയം കേട്ടോ. ആണോ? ഓ ക്ലൈന്റ് കണക്ഷൻ ടൈമോട്ടാണ്. ചന്ദ്രൻ ഒന്ന് വിളിച്ചു നോക്കൂടാ. വല ഉൾപ്പെടെ പോയതാണെന്ന് ഡൗട്ട് ഉണ്ടേ. ഞാൻ വിളിക്കാം. അയ്യോ, എനിക്ക് വിളിക്കാൻ പറ്റില്ല. ആരെയും ഞാൻ വിളിക്കാം, ഒരു minute ഇത്രയും പേര് എങ്ങനെ വന്നു? എന്റെ റെക്കോർഡ് RP വാച്ചിങ് ആണ് ഇത്. 26,000 ആണ് എന്റെ ടോപ്പ് വാച്ചിങ്. ഞാൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത്. അപ്പാപ്പ ഞാൻ എന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തപ്പാപ്പ. ഏതാ വാസവനെ? റെക്കോർഡ് കറണ്ട് പോയതാ. അതും ഇത് മറ്റിടത്തോലല്ലോ, ഇവിടെയാണല്ലോ നീ റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്യുന്നത്. വിഷയം എന്റെ പള്ളി. അപ്പൊ ചന്ദ്രൻ ഇല്ല, ചന്ദ്രന്റെ വല പോയിരിക്കുകയാണ്. സോ അപ്പൊ എന്തായാലും മൂവിങ് ടു ദ ഫൈനൽ റിക്രൂട്ട്മെന്റ്. നമ്മുടെ ഫസ്റ്റ് ഫേസ് റിക്രൂട്ട്മെന്റ് ഇവിടെ തീരുവാണ്. മേ ബി ചിലപ്പോൾ ഒരു 1-2 പേരും കൂടി ഉണ്ടാവും, 2 പേരുടെ ഉണ്ടാവും. ബാക്കി സ്ലോട്ട്സ് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഇട്ടേക്കാണ് കറന്റ്. നമുക്ക് ജസ്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും, നമുക്ക് ബേസിക് ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈനപ്പ് ഉണ്ടാക്കുക എന്നത് മാത്രമേ ഉള്ളൂ ടാർഗറ്റ്. നമ്മൾ ആരെയും റീപ്ലേസ് ചെയ്യുമല്ല. സിറ്റിയിൽ സിറ്റുവേഷൻസ് വരുമ്പം സിറ്റുവേഷൻസ് എടുക്കാൻ ആൾ വേണം. അതായിരുന്നു നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്സ് ആണ് നമ്മൾ ഇത്ര എടുത്തത്. നമ്മുടെ ഇപ്പം നമുക്ക് ടോട്ടലി വന്ന സ്ലോട്ട് എന്ന് പറയുന്നത് 14 സ്ലോട്ടാണ്. നമ്മളിപ്പോൾ ഏകദേശം എത്രയാണ് 5, 3, 8 സ്ലോട്ട് അടുപ്പിച്ചേ ഫില്ല് ചെയ്തിട്ടുള്ളൂ. മേ ബി ചിലപ്പോൾ ഒരു 2 സ്ലോട്ട് കൂടെ ഫില്ല് ചെയ്യും. ബാക്കി സ്ലോട്ട്സ് നമ്മൾ പയ്യെ ഷോർട്ട് ഇത് എടുക്കുന്നതേ ഉള്ളൂ, അല്ലാതെ എടുക്കുന്നില്ല. സോ അപ്പം ഒരു റിക്രൂട്ട്മെന്റ് ഇടണം. ഞാൻ വിളിക്കുക ഒരു സെക്കൻഡ്. ഞാൻ ഫുഡ് കഴിച്ചില്ല, ഇപ്പോൾ ചത്തു പോയി. ഒരു മിനിറ്റ്. ഫുഡ് ആൻഡ് വാട്ടർ. സോ മൂവിങ് ടു ദ ഫൈനൽ റിക്രൂട്ട്മെന്റ്. ഇതും ഒരു PvP റിലേറ്റഡ് റിക്രൂട്ട്മെന്റ് ആണ്. ആൻഡ് മുമ്പും കൺസിഡർ ചെയ്യണം എന്ന് വെച്ചിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ആൻഡ് നമ്മൾ TV ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്തും കൺസിഡർ ചെയ്യണമെന്ന് വെച്ചിരുന്ന ഒരു പ്ലെയർ ആണ്. സോ ഐ എം വെൽക്കമിങ് SMG Ash Brutal to TVA as TVA Ash Brutal. Welcome to TVA, brother. അണ്ണൻ Hi, Ashe. Hello. കേക്കോ? Ashe, welcome to TV, Ashe. കട്ടായി പോണാ? കേക്കുന്നില്ല. ഹലോ കേക്കോ? ഹലോ. അപ്പൊ വെൽക്കം ടു TV, ആശേ. എടാ കട്ടായി പോണേട്ടാ, നിന്റെ സൗണ്ട് കട്ടായി പോണേ ഇപ്പൊ. എനിക്ക് ഞാൻ സംസാരിക്കാം. വാസവൻ എന്റെ അടുത്ത് നിങ്ങൾക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ, ബാക്കി നമ്മള് സിറ്റിയിലെ പ്ലേയേഴ്സിനൊന്നും എനിക്ക് കേൾക്കുന്നില്ല. കേട്ടായി. എനിക്ക് കേൾക്കാം. പക്ഷേ വെൽക്കം ടു TV എന്ന് വാസവണ്ണം പറയാൻ പറഞ്ഞേ. അത് ഞാൻ കേട്ടു എന്ന് വാസവണ്ണന്റെ അടുത്ത് പറയാൻ പറഞ്ഞു. എനിക്ക് കേക്കാം എന്ന് വാസവണ്ണം പറയാൻ പറഞ്ഞു. രണ്ടും കേക്കണുണ്ടാ? നിനക്ക് എന്താ പിന്നെ? ഞാൻ കേട്ടോ, ഇത് നിങ്ങക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് സോൾവ് ചെയ്ത് ഇടാന്ന് വെച്ചു കൊറേ നേരമായി. അപ്പൊ പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നെ കേരളത്തിൽ സപ്പോർട്ട് ചെയ്തതാണ് SMG പ്ലേയേഴ്സും പിന്നെ ലൈറ്റ് സൂം. അവർക്ക് താങ്ക്സ് പറയാനുണ്ട്. സത്യം പറഞ്ഞ എടുത്ത വാസവനോട് താങ്ക്സ് ഇല്ല കേട്ടോ. വാസവനെ അതേ ആദ്യം പറഞ്ഞല്ലോ. അല്ല അപ്പൊ വേറെ കാര്യം നോക്കിയത് അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഉള്ള റിക്രൂട്ട്മെന്റ്സ് എല്ലാരും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 എണ്ണം SMG വന്ന്, ബാക്കി KV വന്ന്. KV SMG വന്നേക്കണത്. അപ്പൊ നമുക്ക് അകത്തോട്ട് വണ്ടി നോക്കണേ. വണ്ടി ഇടിച്ചിടും. സ്ലോ മോഷനിൽ നടക്കാൻ നിന്ന ചത്തു പോവും. ഓടിക്കേറിക്കോ. ആഹാ, ഇപ്പഴാണ് എനിക്ക് സന്തോഷമായി. എന്റെ ഗ്യാങ്സിന്റെ മുമ്പ് വശം നിറഞ്ഞ്. ആള് കൂടി കൊറേ ഉണ്ടല്ലോ. കൊറേ ഉണ്ടല്ലോ പിള്ളേര്. പുതിയ റിക്രൂട്ട്സ് ഒക്കെ guys, thank you so much guys. Thank you. And നമുക്ക് അങ്ങനെ പ്രൈം ഒന്നും ഇല്ല, എപ്പോഴും പ്രൈം ആണ് guys. Thank you so much guys. അയ്യോ നിങ്ങള് മിസ് ഔട്ട് ആയ ആരെങ്കിലും ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ഗൈസ്, ആഷ് ബ്രൂട്ടൽ MG3 സെക്കൻഡ്,
അതുപോലെ തന്നെ KVL ഡീമൻ ഇവരെയൊക്കെയാണ് നമ്മൾ റിക്രൂട്ട് ഒപ്പം നടക്കാൻ ഞാൻ ഉണ്ട്. ഒന്നല്ലേ. വന്ന് നിന്റെ വല പോയി പൊക്കോണ്ടിരുന്ന മറ്റേ സീനാവും കേട്ടാ. എന്തൊരു സീന്? മറ്റേ പട്ടാളം സീനാവേ. പട്ടാളോ? ഇവിടെ PC പോവാറായി. പിന്നെയാണ് പട്ടാളം. പിന്നെ അല്ലാണ്ട് ഇങ്ങനെ പോകുമ്പോ ഒറ്റയടിക്കാൻ പോവാന്നേ. നിന്റെ വല പോയതല്ലേ ഇപ്പൊ? വല പോയതല്ല, മറ്റത് കറണ്ട്. പുതിയ മെമ്പേഴ്സ് ഐശ്വര്യമായിട്ട് വലതുകാലോ ചാത്തോടൊന്ന് കീറോ 3 പേരൊന്ന് വരുമോ? ഈശ്വര പ്രാർത്ഥന ഈശ്വര പ്രാർത്ഥന